CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം. CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. രാജ്യത്ത് 85,000 സ്കൂളുകൾ അടച്ചുപൂട്ടിയ കാലത്താണ് കേരളത്തിൽ ഒരു കുട്ടിയെങ്കിലും പഠിക്കുന്ന സ്കൂളുണ്ടെങ്കിൽ അത് നിലനിർത്താൻ പിണറായി സർക്കാർ നടപടികൾ സ്വീകരിക്കുന്നതെന്ന് കെ രാധാകൃഷ്ണൻ MP. കടവല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ശതോത്തര രജത ജൂബിലി ആഘോഷവും സ്കൂൾ കലോത്സവത്തിന്റെ ഉദ്ഘാടനവും MP നിർവഹിച്ചു. തൃശൂർ റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള ഒക്ടോബർ 14, 15, 16 തീയതികളിൽ കുന്നംകുളം സീനിയർ ഗ്രൗണ്ട് സിന്തറ്റിക് സ്റ്റേഡിയത്തിൽ നടക്കും. കായികമേളയുടെ വിജയകരമായ നടത്തിപ്പിനായി 201 അംഗ സംഘാടക സമിതി രൂപീകരിച്ചു. പെരുമ്പലാവ് ജംഗ്ഷൻ സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായുള്ള നിർമ്മാണ പ്രവൃത്തികളും റോഡിലെ പൈപ്പ് സ്ഥാപിക്കലും മൂലം ഉപജീവനം പ്രതിസന്ധിയിലായി ഒരു കൂട്ടം വഴിയോര കച്ചവടക്കാരും വ്യാപാരികളും. വിശ്രമകേന്ദ്രത്തിന്റെയും പൈപ്പിടൽ ജോലികളുടെയും നിർമ്മാണം എത്രയും വേഗം പൂർത്തീകരിക്കണമെന്നും വഴിയോര കച്ചവടക്കാരെ പുനരധിവസിപ്പിക്കണമെന്നും ആവശ്യം. പെരുമ്പടപ്പ് വന്നേരിയിൽ നിയന്ത്രണം വിട്ട ടെമ്പോ ട്രാവലർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടം. 2 പേർക്ക് പരിക്കേറ്റു. പരിക്കേറ്റ എടപ്പാൾ കോലളമ്പ് സ്വദേശികളായ സുകുമാരൻ, ചന്ദ്രൻ എന്നിവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഗുരുവായൂർ നഗരസഭ വീണ്ടും പുരസ്കാര നിറവിൽ. സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡ് പുരസ്കാരം ഗുരുവായൂർ നഗരസഭയ്ക്ക് ലഭിച്ചു. രാഹുൽ ഗാന്ധിയുടെ വോട്ട് ചോരി സമരപോരാട്ടങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ച് ഗുരുവായൂർ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഒപ്പുശേഖരണത്തിന് തുടക്കം കുറിച്ചു. മുണ്ടത്തിക്കോട് NSS വെങ്കിട്ടറാം ഹയർ സെക്കൻഡറി സ്കൂളിൽ എയ്ഡ്സ് ബോധവൽക്കരണ പരിപാടി നടത്തി. സ്കൂൾ നാഷണൽ സർവീസ് സ്കീം യൂണിറ്റ്, സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റി എന്നിവ ചേർന്നാണ് യുവജാഗരൺ ക്യാമ്പയിൻ സംഘടിപ്പിച്ചത്. വേലൂർ ഗവൺമെന്റ് രാജാ സർ രാമവർമ്മ ഹയർ സെക്കൻഡറി സ്കൂൾ നാഷണൽ സർവീസ് സ്കീമിന്റെ ജീവിതോത്സവം 2025 പദ്ധതിക്ക് തുടക്കമായി. പ്രദേശവാസികൾ നിരന്തരം അപേക്ഷകൾ സമർപ്പിച്ചിട്ടും അധികാരികൾ തിരിഞ്ഞുനോക്കാതായതോടെ സ്വന്തം കയ്യിൽ നിന്നും പണം മുടക്കി റോഡ് സഞ്ചാരയോഗ്യമാക്കിയ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ബാവ മാളിയേക്കലിന് PFA പെരുമണ്ണൂർ സ്നേഹാദരം നൽകി. CPM നേതാവും വെള്ളാർക്കാട് സർവീസ് സഹകരണ ബാങ്ക് മുൻ പ്രസിഡന്റുമായ MT വേലായുധൻ മാസ്റ്ററുടെ നിര്യാണത്തിൽ സർവകക്ഷി യോഗം അനുശോചിച്ചു. വെള്ളിത്തിരുത്തി ബ്ലൂമിംഗ് ബഡ്സ് പതാനിയ സീനിയർ സെക്കൻഡറി സ്കൂളിൽ ഡിജിറ്റൽ ഫെസ്റ്റ് ടെക്ട്രോവ് എക്സ്പോ സംഘടിപ്പിച്ചു. ഗുരുവായൂർ താമരയൂർ മെട്രോലിങ്സ് ക്ലബിന്റെ സിൽവർ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായ സ്നേഹസാന്ത്വനം പദ്ധതിയുടെ ഉദ്ഘാടനം സെപ്റ്റംബർ 27 നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃത്താല മേഖല തിരിച്ചറിയൽ കാർഡ് വിതരണവും മേഖലാ കൺവെൻഷനും ശനിയാഴ്ച നടക്കും. ഡ്രാഫ്റ്റ്മാൻ സിവിൽ പരീക്ഷയിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ അഞ്ജു കൃഷ്ണയെ പെരുമണ്ണൂർ PFA ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉപഹാരം നൽകി ആദരിച്ചു. ചാവക്കാട് മണത്തല സ്വദേശിയായ യുവാവ് ദുബായിൽ മരിച്ചു. മണത്തല സിംഗർ ലൈനിൽ വലിയകത്ത് തൈവളപ്പിൽ സലീമിന്റെ മകൻ 26 വയസ്സുള്ള ഇയാസാണ് മരിച്ചത്. ഖബറടക്കം പിന്നീട് നടത്തും. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.